നമസ്കാരം, ഞാൻ ശിശുപാലൻ, യുവ കർഷകൻ. സാധാരണ ഒരു വാഴക്കൃഷി എങ്ങനെ നമുക്ക് മികവുറ്റതാക്കി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Come on, guys. അണ്ണാ, എന്തുകൊണ്ടാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു യുവ കർഷകന്റെ ഒരു റീൽ ചെയ്യാൻ പറഞ്ഞപ്പം എന്തോ ഈ മൊബൈൽ എടുത്ത് നോക്കും. എന്താടേ? നോക്ക്, ഞാൻ നോക്കട്ടെ. ഇതാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് കൃഷി ചെയ്ത് പരിപോഷിച്ചെടുത്ത ഒന്നാന്തരം വാഴ. ഈ വാഴയുടെ ഈ കൈകൾ കണ്ടില്ലേ, നല്ല കനവും ഉറപ്പുള്ളതാകും. അതിശക്തമായ കാറ്റടിച്ചാൽ പോലും ഈ വാഴയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. ഇതിന്റെ മൂട്ടിൽ നല്ല കോഴിക്കാരവും നല്ല നാടൻ ചാണകപ്പൊടിയും ഇട്ടാണ് ഈ വാഴയെ ഇങ്ങനെ പരിപോഷിച്ചെടുത്തത്. ഈ വാഴയെ ഇങ്ങനെ പരിപോഷിച്ചെടുത്തത് നല്ല രീതിയിൽ എരുമച്ചാണകപ്പൊടിയും ആവശ്യത്തിലധികം ജലവും ചേർത്തിട്ടാണ്. എൻ്റെ പ്രിയമുള്ള കർഷകരെ, എൻ്റെ ഈ വാഴ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഇതല്ലേ വിഷയം. ഇതേ വീഡിയോ ഞാൻ ജിമ്മൻ അയച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു, അവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ്. അവൻ എൻ്റെ മണ്ട അടിച്ച് കയറുകയുള്ളൂ. ദൈവമേ, അവൻ വന്നു. പാളത്തെ ബുള്ളറ്റിന് പിന്നെ അയ്യോ എന്റെ അണ്ണാ എന്നാ അവന്റെ വരം വേണ്ടിട്ട് അപ്പൊ എന്റെ മണ്ടം കഴിച്ചു കയറുന്ന ലക്ഷമുണ്ട്. ഇത്തിരി വെള്ളം അടിക്കണം. ടെൻഷൻ വന്നാലേ എനിക്ക് വെള്ളം കുടിക്കണം. പുറത്തു നിന്ന് വെള്ളം കുടിക്കണം. ഇവിടെ നിന്ന് ചോരപ്പുഴ ഒഴി. എടാ, വർഷങ്ങളായിട്ട് എൻ്റെ ഈ ഘനഗാംഭീര്യമുള്ള ശബ്ദം ശരിയല്ലെന്നും പറഞ്ഞ് നാട്ടുകാരൻ്റെ കല്യാണം മുടക്കി. വല്ലച്ചാതി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെണ്ണിനെ കഷ്ടപ്പെട്ട് ഒതുക്കി കൊണ്ടുവരുമ്പോ ഞാൻ പോലും കാണാതെ അവക്ക് അയച്ചു കൊടുത്ത് അതും മുടങ്ങി. എന്തിനാ ഇത് വാഴ വീഡിയോ? എന്തായാലും ജീവിതത്തിൽ നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്തു. ഈ മരവാഴ പെണ്ണ് കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. നമോ വാഴ.